കേന്ദ്ര സർക്കാരിന്റെ കായിക വികസന പദ്ധതികളെക്കുറിച്ച് തീരദേശവാസികൾക്ക് ബോധവൽക്കരണമേകാൻ തലസ്ഥാനത്തെത്തിയത് മലയാളികളുടെ അഭിമാനമായ ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജാണ്. തീരദേശ മേഖലയിലെ കായിക താരങ്ങൾ സംസ്ഥാനത്ത് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ജനങ്ങൾ ആശങ്ക പങ്കുവച്ചു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് മുന്നോട്ടുവച്ച പദ്ധതികൾ ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ചുവപ്പുനാടയിൽ കുടുങ്ങി നിൽക്കുകയാണെന്ന് മുഖവുരയോടെയാണ് ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ് പറഞ്ഞു തുടങ്ങിയത്. തിരുവനന്തപുരം തീരപ്രദേശ മേഖലകളായ പുല്ലുവിള, പൊഴിയൂർ തുടങ്ങിയ വിവിധ ഭാഗങ്ങളിലെ കായിക പ്രേമികളുമായി ആശയ സംവാദത്തിനു എത്തിയതായിരുന്നു ലോക ലോങ് ജംപ് താരം അഞ്ജു ബോബി ജോർജ്. കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന അഭിനന്ദനങ്ങൾ നൽകുന്ന ഊർജം ഏറെ വലുതാണെന്ന് അഞ്ജു ബോബി ജോർജ് പറഞ്ഞു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും സ്പോർട്സ് മിനിസ്ട്രി ആണെങ്കിലും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെങ്കിലും ഈ സ്പോർട്സിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഞാനതിൽ ഇൻവോൾവ് ആണ്. ഐ ആം വർക്കിംഗ് അലോങ് വിത്ത് ദം. സോ എനിക്കറിയാം ഓരോ മെഡൽ കിട്ടി തിരിച്ചു വരുമ്പോഴും നമ്മുടെ അത്ലറ്റ്സിനെ പ്രൈം മിനിസ്റ്റർ ഡയറക്റ്റ് ആയിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഖേലോ ഇന്ത്യ, സായി പ്രോജക്ട് തുടങ്ങിയ ഒട്ടനവധി പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാകാത്തതു കേരള സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയമാണെന്ന് അഞ്ജു ബോബി ജോർജ് കുറ്റപ്പെടുത്തി. ചർച്ചയിൽ തീരദേശ ജനതയുടെ കായിക രംഗത്തെ മുന്നേറ്റത്തിനായി സമഗ്രമായ ഒരു സ്പോർട്സ് ഹബ്ബ് തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നതിനെക്കുറിച്ച് IT വകുപ്പ് സഹമന്ത്രിയായ തിരുവനന്തപുരം ലോക്സഭ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ച നടത്തിയതായും അഞ്ജു ബോബി ജോർജ് അറിയിച്ചു. അദ്ദേഹത്തോട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ എന്തൊക്കെയോ പുതിയ പദ്ധതികൾ ഇവിടെ ഭാഗത്ത് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് സ്പോർട്സിന്റെ ഫീൽഡിൽ. വളരെ സന്തോഷം തോന്നി. കാരണം ഇതൊന്നും വെറും വാക്കായിട്ടല്ല അവർ പറയുന്നത്, അത് ചെയ്യാൻ അവർക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. 2036 ആകുമ്പോൾ ഭാരതം കായിക രംഗത്ത് ലോകത്തെ ആദ്യ 5 റാങ്കുകൾക്കുള്ളിൽ എത്തുമെന്ന തന്റെ ആത്മവിശ്വാസവും പങ്കുവച്ചാണ് അഞ്ജു മടങ്ങിയത്. പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ വേദിയിൽ ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെയാണ്. കാരണം 36 ആകുമ്പോൾ ഒളിമ്പിക്സ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെസ്റ്റ് ഓഫ് 5 അല്ലെങ്കിൽ ആ ഒരു ബെസ്റ്റ് ഓഫ് 3 മെഡൽ ടാലിയിൽ വരാൻ പറ്റുവാണെങ്കിൽ സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഇന്ത്യയിൽ വളരും. ജനം, തിരുവനന്തപുരം.